ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ കളങ്കാവലിന്റെ റിലീസ് തീയതി ലോക്ക് ചെയ്യപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് പ്രകാരം കളങ്കാവൽ എന്ന സിനിമ ലോക്ക് ചെയ്യപ്പെട്ട ഡേറ്റ് ഒക്ടോബർ 9 ആണ് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ദുൽഖർ വിതരണം ചെയ്ത മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന വിനായകൻ നായകനെ എത്തുന്ന മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകതയോടെയാണ് കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്തുക. മമ്മൂട്ടിയുടെ ഈ വർഷത്തിലെ മൂന്നാമത്തെ സിനിമ കൂടിയാണ് കളങ്കാവൽ. സിനിമയുടെ ചുറ്റിലും ക്ലാഷ് റിലീസുകളാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒക്ടോബറിലെ ആദ്യ ആഴ്ചയാണെങ്കിലും മധ്യത്തോടെയാണെങ്കിലും അന്യഭാഷയിൽ നിന്നടക്കം വൻ സിനിമകളുടെ ക്ലാഷ് ഉണ്ട്. കാത്തിരിക്കാം കളങ്കാവലിന്റെ കൂടുതൽ വാർത്തകൾക്ക്. പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ മികച്ച പ്രതീക്ഷ നമ്മുടെ പ്രേക്ഷകർക്കിടയിലുള്ള ലാലേട്ടൻ സിനിമയാണല്ലോ L365. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ നിശ്ചയിച്ച ഡിസംബറിൽ നിന്നും നവംബറിലേക്ക് പ്രീപോണ്ട് ചെയ്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നവംബർ ആദ്യ ആഴ്ചയോടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഈരാറ്റുപേട്ടയാണ് സിനിമയുടെ കേരളത്തിലെ പ്രധാന ലൊക്കേഷനായിട്ട് നിശ്ചയിച്ചതെങ്കിൽ ഇപ്പോഴത്തെ തൊടുപുഴയിലേക്ക് സിനിമയുടെ ഷൂട്ട് മാറ്റിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. തൊടുപുഴയും മുംബൈയുമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എന്നാണ് റിപ്പോർട്ട്. ലാലേട്ടൻ പോലീസ് വേഷത്തെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ഷൂട്ട് അങ്ങനെ നവംബറിൽ ആരംഭിക്കുമ്പോൾ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സിനിമ പാക്കപ്പ് ആകുമെന്നും അടുത്ത വർഷം അവധിക്കാലത്ത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊക്കെയാണ് നമുക്ക് അവസാനമായിട്ട് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ L365 ഷൂട്ട് കൂടി തൊടുപുഴയിൽ നടക്കുമ്പോൾ ഇതോടെ ഈ വർഷം ഇനി ലാലേട്ടൻ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട 3 സിനിമകളുടെ ഷൂട്ടും തൊടുപുഴയിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ദൃശ്യം 3 ഒപ്പം തന്നെ തുടക്കം എന്നീ സിനിമകളിലും തൊടുപുഴ ഷൂട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.